ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് നമുക്ക് ടാരോട്ട് റീഡിങ്ങിലൂടെ നോക്കാം. അപ്പം ഞാനിവിടെ 3 പൈലുകൾ അല്ലെങ്കിൽ 3 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകർഷണം തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ട് വരും. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ തുറന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചിത്രമായിട്ടുള്ള മുല്ലപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ വളരെ ഉത്സാഹപ്രിയരാണ് എന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സാണ് നിങ്ങളുടേത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിർഭാഗ്യമാണ് നിങ്ങളെ പിന്തുടരുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നടന്നു കിട്ടുമെന്ന് പരിപൂർണമായിട്ടും വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാതെ മാറിപ്പോയ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പല സുവർണ നിമിഷങ്ങളും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ ധൈര്യം പോരാ എന്ന കാരണത്താൽ നിങ്ങൾ നീട്ടി കൊണ്ടുപോയതിനാൽ അത് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു നിരാശ നിങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇടയായിട്ട് യാതൊരു കാരണവുമില്ലാതെ എന്തോ ഒരു അസ്വസ്ഥത നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. പക്ഷെ കുറച്ച് കാലതാമസം നിങ്ങൾക്ക് നേരിടേണ്ടതാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ വിജയം മാത്രം കിട്ടണമെന്നില്ലല്ലോ. കുറച്ച് കാലതാമസം ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ നേരിടേണ്ടി വന്നെന്ന് വരാം. ചിലപ്പോഴത് നല്ലതിനുമായിരിക്കാം. സാധാരണ ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾ പ്രയത്നം ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും അത് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ ഈ തടസ്സങ്ങൾ നല്ല ഒരു പരിധിവരെ നിങ്ങൾ വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റുന്നതുമാണ്. അതിന് നിങ്ങൾക്ക് വേണ്ടത് മാനസിക ധൈര്യമാണ്. നിങ്ങൾക്ക് മാനസിക ധൈര്യം കുറവാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് ചെയ്തു കിട്ടേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് 5 ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പൈല് സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇനി നമുക്ക് രണ്ടാമത്തെ പൈല് അല്ലെങ്കിൽ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരാണെന്നാണ് കാണുന്നത്. അതായത് ശുദ്ധഗതിക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ മിക്ക പരാജയങ്ങൾക്കും കാരണവും നിങ്ങളുടെ ഈ മനഃശുദ്ധി തന്നെയാണ്. അതായത് നിങ്ങളുടെ ഈ നിഷ്കളങ്ക സ്വഭാവം പലരും നിങ്ങൾക്കെതിരെ മുതലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആരൊക്കെ നിങ്ങളെ ചതിച്ചാലും അല്ലെങ്കിൽ വഞ്ചിച്ചാലും ശരി, നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് വിജയം ഉണ്ടാകുന്നത്. അല്പം വൈകിയാലും ഭാഗ്യം നിങ്ങൾക്ക് കൈവരും. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട എന്നാണ് ഇവിടെ കാണുന്നത്. പ്രശസ്തി, അതുപോലെ തന്നെ ബഹുമാനം, സമൂഹത്തിലൊക്കെ ബഹുമാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. മറ്റുള്ളവരുടെ പോലുള്ള കാപട്യ സ്വഭാവം നിങ്ങൾക്ക് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ നിങ്ങൾക്കാകില്ല. അതാണ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. അതായത് നിങ്ങളുടെ ഈ നല്ല മനസ്സ്. അതുകൊണ്ട് തന്നെ പലരുടെയും വൈരാഗ്യത്തിന് നിങ്ങൾ ഇരയായിട്ടുണ്ട്. അതായത് മിക്കപ്പോഴും തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എല്ലാ സമയത്തും തെറ്റ് ചെയ്യുന്നത് അവരും, എന്നാൽ കുറ്റം നിങ്ങളുടെ മേൽ വെച്ച് തരുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവക്കാരാണ്.
എന്നാൽ നിങ്ങൾക്കിങ്ങനെയുള്ള അവസരങ്ങളിലും തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ശത്രുശല്യം ഒരുപാടായിട്ട് കൂടുതലാണെന്ന് കാണുന്നു. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്താൽ ആ ഒരു സംഖ്യ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല, ഇനി നിങ്ങൾക്ക് തിരികെ ലഭിച്ചാൽ തന്നെ പകുതി മാത്രമേ അവരിൽ നിന്നും നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ ഉപകാരം ചെയ്തവരിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപദ്രവമാണ് തിരികെ ഏറിയ പങ്കും ലഭിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും നടക്കും. 2 മാസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും. പിന്നെ വലിയ തുകയുടെ കാര്യമോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളോ ആണെങ്കിൽ ചെറിയൊരു സമയം കൂടെ എടുക്കുമെന്ന് മാത്രം. പക്ഷേ ഉറപ്പായിട്ടും നടക്കും. ഇതാണ് 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 3ാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയൊക്കെ പണം വന്നാലും അത് നിലനിൽക്കുകയില്ല. അതായത് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവായി പോകുന്നു എന്നാണ് കാണുന്നത്. സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ കൂട്ടുകാരുടെ ആവശ്യം എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയും എത്ര പണം മുടക്കാനും നിങ്ങൾ തയ്യാറാകും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും മറ്റെവിടെന്നെങ്കിലുമൊക്കെ കടമായിട്ട് വാങ്ങിയാണെങ്കിൽ പോലും ആ കാര്യം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ നടത്തി കൊടുക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ മിക്കപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവുകയില്ല. നിങ്ങളുമായിട്ട് പ്രത്യക്ഷമായിട്ട് ബന്ധമില്ലാത്ത ഏതൊരു കാര്യങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ എടുത്തുചാടി ഇടപെടുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് എന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളുടെയും അവസാനം നിങ്ങൾ തന്നെയായിരിക്കും പ്രധാന കുറ്റക്കാരനായി മാറുന്നത്. അതായത് നിങ്ങളുമായി അത്ര ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തുകൂടെ പോയാൽ പോലും അതിൽ നിങ്ങൾ ഇടപെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെ ആകുമെന്നുള്ളതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അന്തിമമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ടതായി വരില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് ഉടനെ നടന്നു കിട്ടില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ കാലതാമസം നിങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു 6 മാസം കഴിഞ്ഞ് നടന്നു കിട്ടുമെന്നേ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരുപാട് പൈസ ചിലവും അതുപോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലും കുറച്ചും കൂടെ സമയം എടുക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഈ കാര്യത്തിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. നന്ദി.